ഹലോ ഗായ്സ്, അണ്ണൻ വീണ്ടും വന്നു കേട്ടാ. അതിന് അയ്യോ അത് വിട് നിങ്ങൾ പറഞ്ഞു തുടങ്ങി എടുത്തും വരെത്തുമെന്ന് എനിക്കറിയാം. അത് വിട്ടെ. അപ്പൊ ഇന്ന് വന്നത് ഒരു ചലഞ്ച് ആയിട്ടാണ്, വേറൊന്നല്ല. അപ്പൊ നമുക്ക് ചലഞ്ച് എന്താ നോക്കിയല്ലേ, ഇതേ നോക്കിക്കോ. അപ്പൊ ചലഞ്ച് നോക്കുവാണെങ്കിൽ നോ ക്യാരക്ടർ സ്കിൽ ആൻഡ് പ്ലേ ബിആർ റാങ്ക് ബൂയ മസ്റ്റ് 5 കിൽ അറ്റംപ്റ്റ് 5. ഉദ്ദേശിച്ചു വരുന്നത് ഇതേപോലെ നമ്മളെ ക്യാരക്ടർ സ്കില്ലും വേസ്റ്റ് പിന്നിലിടണമെന്നാണ്. അങ്ങനെ ആ ചലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ ഇവിടെ ക്യാരക്ടർ സ്ലോട്ടെല്ലാം ഒഴിവാക്കുവാണ്. 5 കിൽ പ്ലസ് ബൂയാണ് കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നിയത്. അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഒളിച്ചിരുന്ന് ഒരു കില്ലെടുത്തിട്ട് ബൂയ അടിച്ചാലും മതിയല്ലോ. സാറിൽ നമുക്ക് എനിവേ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. എനിവേയുടെ പെറ്റിനെ മാറ്റാൻ പറ്റില്ല. നമ്മളതിനോട് ലോജിക്കായി ആലോചിച്ചുകൊണ്ട് ഫാൽക്കോ പെറ്റിടാൻ തീരുമാനിച്ചതാണ്. അതിനെ കൊണ്ട് വലിയ യൂസൊന്നുമില്ല. പറന്നിറങ്ങുമ്പോൾ സോളോ കളി പിന്നെ അത് വലിയ അത്യാവശ്യമൊന്നുമില്ല. നമുക്ക് നേരെ ഒരു ബിആർ റാങ്ക് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഒരു ക്യാരക്ടറും ഇല്ല, ഡ്രസ്സൊന്നും ഇട്ടില്ല. നമ്മൾ ഒരു ന്യൂബനെ പോലെ പോവാം. അല്ലെങ്കിൽ ന്യൂബൻ തന്നെയാണ്, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇല്ല, അതാണ് ടാസ്ക്. നമ്മളറിയാമല്ലോ നമ്മളൊരു ന്യൂബനാണ്. ഈ 5 ഇല്ലെല്ലാം കുറച്ച് ടാസ്ക് ആണ്. വിട്, സാറില്ല, നമുക്ക് എങ്ങനെ കുത്തിപ്പിടിച്ചാലും എടുക്കാം. നോക്കുമ്പോൾ ഇവിടെ ഒരു എനിമി ഇറങ്ങി നമ്മളെ കൂടെ തന്നെ. നോക്കാം നമുക്ക്. ഇവിടെ UMP ഉണ്ട്. UMP വെച്ചിട്ട് ലോങ്ങിൽ എനിമി നോക്കുന്നു. പൊട്ടൻ തന്നെ. അത് വിട്. അവിടെ എനിമി അവന് കുറച്ച് പാൻറ്റ് കൊടുത്ത് റീകോയിലാണ്. ഫുൾ സെൻസിറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ തുള്ളിയിട്ടൊരു ചക്കക്ക് 130 ഹെഡ്. സ്കില്ലൊന്നല്ല മക്കളെ, ഇത് ചക്കക്ക് കയറിയതാണ്. അവിടെ പോകേണ്ട സാധനം ചക്കക്ക് കയറിയത്. അവൻ്റെ കയ്യിൽ മര്യാദ കേട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മുടെ പ്ലാസ്മി UMP എടുത്ത് പോകുമ്പോൾ കാണാൻ ഏടുന്നൊരു അടി പീണയും ദേശിച്ചല്ല അടി ഇട്ടുന്ന് കടയാടി പോയി. ബേക്കെന്ന് അടിക്കുന്ന മുന്നിൽ ഒറ്റക്കൊറ്റക്ക് വന്ന് അടിക്കണം. അല്ലാത്തലാണത്തോ ഔട്ട്ഡോർ വേവും തീരെ ചത്താ മൂഞ്ചി. ഇതൊരു 2 അറ്റൻഡ് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ട്. 5 ഉണ്ട് കയ്യിൽ. സാരമില്ല, നമുക്ക് 2 തീർക്കാം. നോക്കാം. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ചിട്ടടിക്കുന്നത്. അങ്ങനെ നമ്മൾ അവൻ കാണാണ്ട് ഇൻഹീലറിൽ അടിച്ചിട്ട് വലിഞ്ഞ്. എനിക്കങ്ങനെ വലിയാനും തോന്നില്ല, ഓടാനും തോന്നില്ല. അവൻ്റെ അടി കണ്ടിട്ട് എനിക്ക് തിരിച്ചടിക്കാനും തോന്നും. പിന്നെ നമ്മളെ കണ്ടൻ്റായി പോയില്ലേ, വെറുതെ ലോങ് കൂട്ടണ്ടാന്ന് വെച്ചാൽ ഞാൻ പായുന്നുണ്ട് പോനെ. ലാസ്റ്റ് മരത്തിൻ്റെ കൊണ്ടൊക്കെ മറ്റേ കുറച്ച് ഡാമെങ്കിലും കൊടുക്കണമെന്നുണ്ട്. കുറച്ച് കൊടുത്ത് അവനങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോൾ കാണാൻ ഒരു എനിമി പൊട്ടറെ പോലെ അവിടെ നിൽക്കുന്ന. അന്ന് അവൻ അനങ്ങാത്തേ. അവിടെ അവൻ്റെ കാർണേൻ്റെ ആയിരുന്നു. അത് അവൻ സ്കോപ്പിൽ നിന്ന് സാരില്ല പൊട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സോൺ ശൃംഗാൻ തുടങ്ങി. നമ്മൾ സോണിൻ്റെ അപ്പുറം പോകുന്ന ചേച്ചി സോണിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാനൊക്കെ ക്യാരക്ടറും ഇല്ല, മൂഞ്ചു മെഡ് പോലും ബാങ്ക് തരൂല. അങ്ങനെ നമ്മൾ പ്ലാസ്മ ആറ്റി കോഡെല്ലാം അടിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം കാണാം മോളിൽ നിന്ന് ഒരു അടി ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലൂട്ട് നമ്മളതിൽ കോഡുണ്ട്. കോഡ് നൈസാക്കളെ ഇരുന്നിട്ട് അടിച്ചാലുണ്ടല്ലോ. കയറോസും കൂടി ഉണ്ടല്ലോ സീൻ. പക്ഷേ ക്യാരക്ടർ സ്കില്ലില്ല. ദാറ്റ് ഈസ് പ്രോബ്ലം. നമ്മൾ ഓവർ കോൺഫിഡൻസ് അവ അടിച്ച് അണ്ണാക്ക് തന്നിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഫസ്റ്റ് അറ്റൻഡ് നമുക്ക് പറഞ്ഞല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്തായാലും നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ട്. കാരണം നമ്മളിത് ഇന്നലെയും കാരണം അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. നമ്മളെ മാസ്റ്റർ പീസ് തലയല്ലേ ഇത്. അപ്പോൾ ഇവിടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. നേരെ മര വീട്ടിൽ നിന്ന് ഉള്ളിൽ നല്ലൊരു ഗണ്ണ് കിട്ടണം. കിട്ടിയില്ല. MP40 കിട്ടിയാൽ അത്രയ്ക്ക് നല്ലത്. ബിസണുണ്ടാവും കൂത്തി പിടിക്കൽ തന്നെ, വേറെ ഒന്നും നോക്കാനില്ല. എല്ലാം പിന്നെ നമ്മളോട് കളി. സ്നൈപ്പർ വേണ്ട, BSK വേണ്ട, M8 എടുത്ത് കളിക്കാം. M8 ഉണ്ട്. അടിച്ച അണ്ണാക്കെ കൊടുക്കാം. 2 പിടി. 2 ഇവോ കണ്ടിട്ട് വന്നു. അപ്പം കാണാം ഇവിടുന്ന് ഫൈറ്റ്. നമ്മൾ സ്കോപ്പ് ഇല്ലാത്ത പെരാഫിൽ വെച്ച് ഒരു 27 കൊടുത്തു. പിന്നെ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല. ബാക്കിൽ നിന്ന് മുന്നിൽ നിന്ന് അടിയിട്ടു നമുക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോന്ന്. ക്യാരക്ടർ സ്കില്ല് ഇല്ലാണ്ട് കളിക്കുമെന്ന് പറയുമ്പോൾ ചിലവർ ശരിക്കും സിമ്പിൾ അല്ലടാന്ന്. പക്ഷെ അത് കളിച്ച് നോക്കുമ്പോൾ അതിൻ്റെതായ ഇത് നമുക്ക് തരും. കാരണം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല, സ്പീഡില്ല. മെഡടിക്കുമ്പോഴാണ് നല്ല ഇത് വരിക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കുക. കാണുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിരിക്കും. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ കാണാൻ ഒരു എനിമി വണ്ടി എടുത്ത് കുത്താൻ നോക്കിയാൽ പറ്റില്ല. അങ്ങനെ M8 വെച്ച് 2 അടിക്കാൻ അവനെ എടുത്തിട്ടുണ്ട്. നമ്മളോட കളി. അങ്ങനെ നമ്മൾ ലൂട്ട് എടുക്കാനാണ് നോക്കുന്നത്. MP40 ഉണ്ട്, എടുക്കണമെന്നുണ്ട്. പിന്നെ വിചാരിച്ചു M8 തന്നെ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കാണാം ഓൻ പറന്നിറങ്ങി. ഏതോ ഒരുത്തൻ പറന്നിറങ്ങി. അവൻ തന്നെയാണ്. എവിടെയാന്ന് തിരിയുന്നില്ല. ഇതിൻ്റെ മണ്ടക്കാൻ തോന്നുന്നു, ഈ കാർപോച്ചിൻ്റെ മണ്ടക്കാൻ തോന്നുന്നു. പക്ഷെ അവിടെ ഒന്നും കാണാനും ഇല്ല. കടയാടി. അവനതിൽ പീണേൻ്റെ മൂഞ്ചി. കാരണം വെസ്റ്റില്ല. ഏതാണ് നമ്മളിവിടെ ലാൻഡ് മൈനെല്ലാം വെച്ചിട്ടുണ്ട്. അവരെ കാണുന്നില്ലടാ. എടാ ഇതാടാ മരവീട്ടിലാണ്ടൊക്കെ കടയാട് ഒളിച്ചിരിക്കുന്നത്. അവൻ GH വെച്ച് തരുന്നു. എൻ്റെ നമ്മളെ കവറിലേക്ക് മാറുന്നുണ്ട് GH. എടാ ബേക്കുന്ന ഇതെവിടുന്നാണ് എന്നെ അടിച്ച്? ബേക്കുന്ന മുന്നൊന്നെല്ലാം അടിച്ച്. എടാ മുഞ്ചി. അറ്റംപ്റ്റ് 3 നമ്മളവിടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കൂടെ ഒരു എനിമി അപ്പുറത്തുണ്ട്. എനിമി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നമ്മളെ സ്വന്തം മരവീട്ടിൽ, നമ്മളെ തറവാട് പോലത്തെ സ്ഥലമാണ് ഈ മരവീട്. അപ്പം നമ്മളിവിടെ കയറിയിട്ടുണ്ട്. ഏതാ ഗണ്ണൊന്നുമില്ല, മൂഞ്ചി. നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു എനിമി വന്നാൽ അറ്റംപ്റ്റ് 3 മൂഞ്ചി. പക്ഷെ ഔട്ടർ റിവൈവ് ഉണ്ട്. അങ്ങനെ ഓഗോ എടുത്ത് വുഡ് പൊക്കർ. ബ്രോ വുഡ് പൊക്കർ നൈസ് മക്കളെ.
അങ്ങനെ നമ്മളിതാ വീണ്ടും ഓഗ് കണ്ടുകൂട്ടി. ഒരു ഓഗ് കയ്യിലുണ്ട്. അത് വേണ്ടാന്ന് വെച്ച് പോകുമ്പോൾ കാണാൻ ഒരു വണ്ടിയിൽ ഒരുത്തൻ വരുന്നത്. അവനെന്ത് ധൈര്യം അപ്പോൾ നമ്മൾ വുഡ് പൊക്കർ ചടിക്കുന്നുണ്ട്. അവൻ വണ്ടിയുടെ ഉള്ളിൽ നമ്മളങ്ങനെ കുത്തി പിടിക്കുന്നുണ്ട്. അവരെന്നാടാ അനങ്ങാത്ത അയ്യേ. അങ്ങനെ അവനെ എടുത്തിട്ടുണ്ട്. നോക്കാം, നമ്മൾ അട്ടത്ത് നോക്കുന്നുണ്ട്. അവനകത്ത് പിന്നെയും പറന്നിറങ്ങുമോ നോക്കാം നമുക്ക്. നോക്കട്ടെ ഇനിയിപ്പോൾ അട്ടത്തോ. എടാ അവൻ വരുന്നുണ്ട് കണ്ട. അവൻ എന്തോ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചോണ്ട് വരുന്നു. എടാ കിട്ടിയിട്ടില്ല. 240 കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ഊക്കൊങ്ങ വേണ്ട വന്ന് മുത്തേ മൂഞ്ചി. ഇടാ 3 HP. ലക്കടാ ലക്ക്. ക്യാരക്ടർ സ്കില്ലില്ലാത്തതിൻ്റെ ലക്ക് ഉണ്ടാ. എൻ്റെ വള്ളി ഇതാന്നൊക്കെ സ്കില്ലില്ലാത്തതിൻ്റെ വിഷയം. അങ്ങനെ നമ്മൾ പിന്നെ രാജ് തോംസൺ എടുത്തിട്ടുണ്ട്. നേരെ സ്പീഡിന് സാറിലും പൊട്ടിച്ചിട്ട് നമുക്ക് വിടാം. നമ്മൾ സോൺ നോക്കിയിട്ട് കളിക്കുന്നത്. വെറുതെ റഷ് ആക്കിയാൽ അട്ടപ്പടലും മൂഞ്ചു. കാരണം വൂക്കോങ്ങും ഇല്ല, ഒരു മാങ്ങയും ഇല്ല, ഒരു HP ആയിട്ടുണ്ട് ഒരു സാധനവും ഇല്ല. അങ്ങനെ നമ്മൾ എവിടെയെല്ലാം ലൂട്ടുന്നുണ്ട്. ഏതാണ് സീൻ എന്നെ നോക്കാം നമുക്ക്. ഏക്കും ട്രോഗൺ എടുത്ത് നമ്മളിവിടെ കുറച്ച് ഹോൾഡാക്കി നെക്സ്റ്റ് സോണ് വരുമ്പോൾ നമ്മൾ നടക്കുന്നത്. നമുക്ക് ഈ വയ്യ അങ്ങ് പോ. ട്രോഗൺ ഉണ്ടല്ലോ പിന്നെ കൂത്തിപ്പിട്ടി തന്നെ. ഏതാ പിന്നെ ഏക്യു. യോ ബ്രോ സീന്. ഇവിടെ എനിമി ഉണ്ടോ എന്ന് സംശയം. പക്ഷെ അവിടെ എനിമി ഇല്ല. വണ്ടി നേരത്തെ ഉള്ളതാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇതെല്ലാം നെക്കിയിട്ട് പോകുന്നുണ്ട്. അതെന്താണെന്ന് തിരിയുന്ന സ്പീഡിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ മാക്സിമം കട്ടാക്കാൻ നോക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഭയങ്കര ബോറടിയാവും. എല്ലാത്തിനാ ബോറാണ്. അതിവിടെ നോക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. നമ്മൾ ഈ കേക്ക് നട്ടെ ഏത് നല്ല ഗണ്ണിട്ട് നോക്കട്ടെ. നോക്കുമ്പോൾ M40 കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതെടുത്തിട്ട് എടുത്താലോ എന്നുണ്ട്. നമുക്ക് ചിപ്പുണ്ട് ലെവൽ 3 ആക്കി. നമ്മൾ ഇവിടുന്ന് അടിക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നേരെ നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ നേരെ പോകുന്നുണ്ട്. തയയെ കൂടെ പോവാം. സോണിൻ്റെ വക്ക് പിടിച്ച് പോവാം. അല്ലെങ്കിൽ എവിടുന്ന പണി കിട്ടാൻ തിരിയില്ല. ആകെ അത്ര ഗ്ലൂളേ ഉള്ളൂ. അതാണ് സീന്. കുറച്ച് വെൻഡിങ് മെഷീൻ പോകണമെന്നുണ്ട്. പക്ഷെ വയ്യ. നമ്മളങ്ങനെ ഈ ടവറിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. ഏതാണ് ഓക്കെ. അപ്പാണ് സ്നൈപ്പറിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നത്. ഈടാ നമ്മൾ M40 നല്ലോണം കൊടുത്തിടാ അവന്. എടാ അവനൊക്കെ സ്നൈപ്പർ. എടാ മുമ്പൊന്നും ബേക്കുന്നില്ല. അടിയൊക്കെ ഉണ്ട്. ഈ ബേക്കുന്ന അടിയാണ് നമ്മൾ. എൻ്റെ മോനെ പൊന്നെ പോയടാ മൂഞ്ചി. ബാക്കിലും എനിമി മുമ്പിലും എനിമി. ആകെ ഗ്ലൂ വോൾ അത്രയേ ഉള്ളൂ. ഇത് പെട്ടറാ. ഇവിടുന്ന് ഒരു വണ്ടീനെ സ്കൂട്ടാവേനെ. അല്ലെങ്കിൽ ഇവനൊക്കെ ഒന്നല്ല നമുക്ക് അത് വഴി അങ്ങ് സ്കൂട്ടാവേനെ. അവൻ്റെ റൂട്ട് പഠിച്ചിട്ട് മുത്തേ മൂഞ്ചി 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 മൂഞ്ചി. എടാ ഒറ്റ ഗ്ലൂ മൂഞ്ചിടാ. അയ്യേ മൂഞ്ചി സോണും വരുന്നു. എടാ മൂഞ്ചി. മൂഞ്ചി എങ്ങനെ ഇരിക്കുന്നു. അറ്റംപ്റ്റ് 4. നമുക്ക് ഒരൊറ്റ അറ്റംപ്റ്റും കൂടിയുള്ളൂ. സീനില്ല നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പോകുന്നുണ്ട്. ഇത് നമ്മൾ നോക്കി കളിക്കാം. നമുക്കൊരു എന്താ പറയുക ഒരു ക്ലച്ച് കിട്ടണം. എങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നേരം നമ്മളിങ്ങനെ ആയിരിക്കും. നമ്മളങ്ങനെ ഇവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ് മക്കളെ നമ്മുടെ സ്വന്തം മര വീട്ടിൽ. യോ സീന് ലാൻഡേടാ. സ്പീഡും ഇല്ല മാങ്ങ. ഏതാ ഗണ്ണ് ആണ് 84. അയ്യേ MP5. എടാ MP5 ലെവൽ 3 ആക്കിയാൽ ബൂയ ഉറപ്പ്. നോക്കാം നമുക്ക്. ചിപ്പ് കിട്ടണേ. M40 നേരെ നമുക്ക് AK എടുത്താലോ. AKയും MP5. ഓ കോമ്പിനേഷൻ നൈസടാ. എടാ ഫുഡ് സ്റ്റെപ്പ് അല്ലേ കേൾക്കുന്നത്. എടാ ഏതാ ജേഴ്സി എന്നത്. മഞ്ഞ ജേഴ്സി ഇട്ട് എടുത്താ. അപ്പോൾ അവനൊരു ഹെഡ് ഷോട്ട് എടുത്തു. ലക്ക് HP നോക്കിയാ. 5 HP കേട്ടോ. 5 HP ലക്ക്. ഇത് വീണ്ടും ലക്ക്. ഞാൻ ആകാശം നോക്കുന്നുണ്ട്. നേരത്തെ പോലെ അവൻ പറന്നിറങ്ങുമോ നോക്കണ്ടേ. നേരത്തെ ലക്ക് ഇപ്പോൾ ലക്ക്. ഏതാ അങ്ങനെ നമ്മൾ മര വീട്ടിൽ നിന്ന് മെഡി കിറ്റും MP40 എടുക്കണമെന്നുണ്ട്. പിന്നെ നമ്മൾ MP5 മതി. അവ ചിപ്പാറ്റം കിട്ടുമെങ്കിൽ നമുക്ക് ആക്കാലേ. ഏത് അങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. ഏതാ ഫോമം കാണാം. ബാഗ് UMP എടുത്താലൊന്നുണ്ട്. അതും വേണ്ട. നമുക്ക് MP5 തന്നെ മതി എന്ന് വിചാരിച്ചോണ്ടാ പോകുന്നത്. ഏതാണ് നേരെ നമുക്ക് അങ്ങ് പോവാം. AK MP5 മതി. പിന്നെ നമ്മൾ AK മാറ്റിന് വുഡ് പൊക്കർ എടുത്ത്. കാരണം അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് അതെടുത്ത്. പിന്നെ ഒരു മെഡും പറക്കിയിട്ട് നമ്മളങ്ങ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പോകുന്നതിക്കാട് ഒരു ഡ്രോപ്പ് ഇട്ടിരുന്നത്. അതിലൊരു MP53 പൊളി നോക്കുമ്പോൾ SVD സീൻ കുത്തിപ്പിടിക്കാം. SVD വയ്യാച്ചാണെങ്കിൽ എൻ്റെ പള്ളി പൊളിച്ചാനെ. ഇവിടെ ബൈക്കെല്ലാം ഉണ്ട്. ബൈക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സോണിൻ്റെ അരി പിടിച്ച് പോകുന്നതൊക്കെ ഉണ്ട്. നേരെ ഒരു മഷ്റൂം അടിക്കാം. വേറെ വഴിയില്ല. നമുക്ക് നേരെ വണ്ടി എടുക്കാം. നമുക്ക് വണ്ടി എടുത്തിട്ട് അങ്ങ് സ്കൂട്ടാകാന്നാന്ന് വിചാരം. നേരെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഏതാണ് വണ്ടി എടുത്തിട്ട് മരവീട്ടിൽ കുറച്ച് ഹോൾഡ് ചെയ്യുക. അതാ നല്ല സോണുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ സോണുണ്ട്. 5 കില്ലാണ്. അതാ ആകെയുള്ള വിഷയം. 1 കില്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ദൈവദൂതനെ പോലെ 2 എനിമി ഫൈറ്റ്. ഒരുത്തിനെ കുത്തിപ്പിടിച്ച് അങ്ങ് എടുത്ത്. അങ്ങനെ 2 കില്ലെടുത്ത് പവറാക്കിയിരുന്നു. മറ്റവനും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ സൈലൻസറിലോണ്ട് പിള്ളേർക്ക് തിരിയുന്നില്ല. എവിടെ നിന്ന് അടിയതാടാ. ചാടാ കണ്ടയാടി ചാകുന്നില്ലടാ. എന്തുവാടാ. വേറെ എടുത്തിട്ടുണ്ട്. അപ്പം 3 ഫൈറ്റ് ചെയ്യുന്നു. എടാ പൊളി. 2 കില്ല് കിട്ടിയ 4 കില്ല് ലാസ്റ്റ് എടുത്തിട്ട് ബൂയോ സീന്. എടാ കിട്ടുന്നില്ല. പക്ഷെ ഇവായിട്ട് മക്കളെ നിങ്ങളെല്ലാം മുന്നേ കൊണ്ടുവന്ന് എനിക്ക് ഇല്ലില്ലാണ്ട് നിൽക്കുന്ന ഞാനേനു. ഒരുത്തന്നെ ജിറായൻ്റെ തലയാത്തല്ല അത്. തോന്നുന്നു കേട്ടോ. ജിറായൻ്റെ തലയാന്ന് തോന്നുന്നു. നേരെ നമ്മൾ സ്കോപ്പ് ഒന്നുണ്ട്. എടാ അവൻ എടാ പിള്ളേർക്ക് അടി വരുന്ന രീതിയിലുള്ള കുത്തിപ്പിടിച്ച്
മോനെ 3 കില്ല് എടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും 2 കില്ലും കൂടി ഒപ്പിച്ച സെറ്റ്. പിന്നെ അവിടെ നിന്ന് സേഫ് അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ജീപ്പ് എടുത്ത് വിടുവാണ്. അതാ നല്ലത്, ആരോഗ്യത്തിനും എല്ലാത്തിനും നമുക്ക് അതാ നല്ലത്. കാരണം 3 കില്ലുണ്ട്. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ ഇവിടെ കവർ പിടിച്ചിരിക്കുന്നുണ്ട്, വണ്ടീൻ്റെ കവർ ഉണ്ട്. കാരണം സോണ് നെക്സ്റ്റ് അപ്പുറത്താണ്, സ്ട്രിപ്പ് പോകണം. നമ്മൾ സ്ട്രിപ്പിൽ ആ പച്ച വിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊഫഷണലായിട്ട് കളിക്കാൻ പോകുന്നു. സോണ് പിടിച്ചിട്ട് ഏതാണ് MB5 1 ആണ്, 3 ആക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ റിസ്ക് വേണ്ട, ചിപ്പ് വാങ്ങാൻ പോയാൽ മൂഞ്ചു. അങ്ങനെ നമ്മൾ ഈ വീട്ടിൽ പച്ച വീട്ടിൽ കുറച്ച് ഹോൾഡ് ചെയ്യാന്ന് വെച്ച് കയറിയിട്ടുണ്ട്. നമുക്ക് സെറ്റ് ഇവിടെ നല്ലൊരു പ്ലേസ് ആണ്, സോൺ ഉണ്ട്. അങ്ങനെ നമ്മൾ ലാൻഡ് മൈൻ ഇടുക, കാരണം കയറി വന്നിട്ട് ലാൻഡിൽ കുറച്ച് പൊട്ടിട്ടെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചിട്ട് ഹോൾഡ് ആക്കുമ്പോൾ കാണാം മോളിൽ അടി, ഒരു കില്ല് എങ്ങനെയെങ്കിലും ഒപ്പിക്കണടാ. എടാ അടി എടാ മുത്തേ ചാകുന്നില്ലടാ. അവനെല്ലാം ഒരു 100 കൊടുത്തടാ, ഒരു 100 അവൻ ആരും കൊടുത്തിന് കിട്ടിയതിനെ കില്ല്. അവിടെ വേറെ ഫൈറ്റ് എങ്ങനെയെങ്കിലും ഇടുന്നൊരു കില്ല് ഒപ്പിക്കണം, എല്ലാം മൂഞ്ചി. ആകെ 4 എനിമിയുള്ളൂ. ഇനി അതാണ് വിഷയം, നമ്മൾ സ്കോപ്പി അടിക്കുന്നുണ്ടാടാ. ചാടാ ഒരു 45 കില്ല് കുമ്മന്താടാ, അല്ലെങ്കിൽ കില്ല് എത്ര കുമ്മം കിട്ടുന്ന എടാ 3 എനിമിയടാ. ഇനി ഞാനടക്കം 3, ഇനി ഇവരെ 2 എടുത്താൽ എനിക്ക് 5 കില്ലാവും. എടാ കിട്ടണം എടാ. ഫൂട്ടേ ഇവനെ എടുക്കണം, ഇവനെ എടുത്ത് ലാസ്റ്റ് വന്നെ എടുത്താൽ സംഭവം സെറ്റ്. ചലഞ്ച് കംപ്ലീറ്റ്. എടാ മുത്തേ എടാ ട്രോഗണാ എന്തോ അത് കൂടാ. ചക്കൊക്കെ ഹെഡ് ഷോട്ട് കയറിച്ച് കില്ല് കിട്ടി. അങ്ങനെ നമ്മൾ അവൻ്റെ ലൂട്ടിൽ നിന്ന് ചിപ്പെല്ലാം കിട്ടി, ലെവൽ 2 ആക്കിയിട്ടുണ്ട്. ഒരു എനിമിനെ കണ്ട് ഇവനെയും കൂടി എടുത്താൽ 5 കില്ലും പോയി. കംപ്ലീറ്റ് ആയിട്ടാ, കംപ്ലീറ്റ് ലെവൽ 4 വെസ്റ്റലുണ്ട്. അവൻ നെയ്ഡ് അറിയുന്നത് പോയിട്ട് അടിക്കണമെന്നുണ്ട്. പക്ഷെ നെയ്ഡായിട്ട് മണ്ടക്ക് വേണം മൂഞ്ചി. അവൻ്റെ കയ്യിൽ മേഘം എന്തോ ആണ്, നമ്മളിവിടെ ന്യൂബാക്ക് ചെയ്യുന്നുണ്ട്. എടാ മുത്തേ അവൻ തെറിച്ചു. അവനെന്തോ പിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നട്ടോ. നമ്മളപ്പോൾ ഇനിഹിലെല്ലാം അടിക്കുന്നുണ്ട്. അവനൊക്കെ മേഘാടാ, അതാ പേടിയാകുന്ന മനുഷ്യന്. മേഘച്ചെന്ന് കിട്ടിയാൽ തീർന്ന്. ലെവൽ 4 വെസ്റ്റ് ആയതുകൊണ്ട് അവിടെ ചാടാ. അവനും എന്തോ ലെവൽ 4 വെസ്റ്റ് എന്തോ ഉണ്ടാ. അപ്പോൾ നമ്മൾ മാക്സിമം ഇൻഹിലർ കുറച്ചുള്ളതുകൊണ്ട് ഇൻഹിലർ അടിച്ച് വിടുന്നുണ്ട്. അവൻ ബാക്ക് പൊട്ടറായതുകൊണ്ട് അവൻ കറങ്ങി വരുന്നുണ്ട്. നമ്മളങ്ങനെ ഹെൽത്ത് ഫുൾ ആക്കിയിട്ടുണ്ട്. എടാ അവന് ഇവിടെ തന്നെ ഉണ്ടാ. ഗ്ലൂ ഇല്ലടാ, 2 ഗ്ലൂ. മൂഞ്ചിടാ, ഇത് മൂഞ്ചുവാ. മൂഞ്ചില്ലേ ഗ്ലൂ ഇല്ലേ. അവനെ വന്ന് കുത്തിപ്പിടി. എടാ കുത്തിപ്പിടിച്ച് ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ബൂയടിച്ച് സീൻ പവർ മോനെ സീൻ. നമ്മളങ്ങനെ ചലഞ്ച് അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോക്ക് ഞാൻ വെക്കുന്ന ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ വെറും ഒരു 50 ലൈക്ക് ടാർഗറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതിലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചലഞ്ച് വേണം ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഈ കാണുന്നവരെ ബൈ ഗൈസ്. ഇപ്പൊ കൊറേ ആൾക്കാർ സബും ലൈക്ക് അടിക്കാത്തവരുണ്ടാവും. എല്ലാവരും നെക്സ്റ്റ് സപ്പോർട്ട് ചെയ്ത് കേട്ടോ മക്കളെ. ഇതിനെ ബെല്ലൈക്കണമെന്ന് ഓളിട്ടോ. അപ്പൊ നെക്സ്റ്റ് ചലഞ്ചായി വരുന്നവരെ ഗൈസ് ബൈ.